വാലി മോഹൻദാസ് കഥ എഴുതി സംവിധാനം ചെയ്ത് ഷൈൻ നിഗം, കലൈരാസൻ, നിഹാരിക കൊണ്ടാല, ഐശ്വര്യ ദത്ത എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അഭിനയിച്ച മദ്രാസ്കാരൻ സിനിമ ഒറ്റയടിക്ക് പറയുകയാണെങ്കിൽ ഒരു ആവറേജ് മൂവിയാണ്. ഒരു കണ്ടിരിക്കാൻ പറ്റിയൊരു മൂവി, അത്രേ ഉള്ളൂ. ഒരു മറ്റേ നല്ല അടിപൊളി മൂവി എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു ബിലോ ആവറേജ് മൂവി, അത്രേ ഉള്ളൂ. ഈ സിനിമയിൽ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഷൈൻ നിഗം അടിപൊളിയായിട്ടുണ്ട്, അതുപോലെ കലൈരാസനും സൂപ്പറായിട്ടുണ്ട്. പിന്നെ സിനിമേൻ്റെ ഫസ്റ്റ് ഹാഫ് കാണാൻ രസമുണ്ട്, കുഴപ്പമില്ല. സെക്കൻഡ് ഹാഫ് ആയപ്പോൾ തന്നെ അതിൻ്റെ കഥയൊക്കെ ഒന്ന് മാറും. ക്ലൈമാക്സ് പോരാ എന്ന് പറയാം. ക്ലൈമാക്സ് സിനിമ ഭയങ്കര സെൻറ്റിമെൻ്റലാണ്, ഭയങ്കര സങ്കടയും സെൻറ്റിമെൻ്റലും. പിന്നെ ആവശ്യത്തിന് അടിയുണ്ട്, നല്ല അടിപൊളി പാട്ടുകളുണ്ട്, ഡാൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ക്ലൈമാക്സ് ഒരു എന്തോ ഒരു ഇത് പോരാ. ക്ലൈമാക്സ് അത്ര നന്നായിട്ടില്ല എന്ന് തന്നെ പറയാം. അത് ക്ലൈമാക്സ് ഒന്ന് അവർ ഐഡിയയിൽ കൂടെ ചെയ്തതാണ്, പക്ഷേ അത് പലർക്കും പല രീതിയിലാണ് ഇഷ്ടപ്പെടുക. എനിക്ക് അത്ര തൃപ്തിയായിട്ടില്ല ക്ലൈമാക്സ്. അത് നിങ്ങൾ കണ്ടാലേ നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. സിനിമയുടെ തുടക്കം മുഴുവൻ ട്രാഫിക് നിയമങ്ങളൊക്കെ തെറ്റിച്ചുള്ള ഒരു ഷൈൻ നിഗത്തിൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ്. ട്രാഫിക് നിയമങ്ങൾ ഒരു തീരെ ശ്രദ്ധ ഇല്ലാത്തൊരു രീതിയിലുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് സിനിമേൻ്റെ തുടക്കത്തിലൊക്കെ കാണുന്നത്. ഒരു കല്യാണ വീടും കല്യാണം കഴിക്കാൻ പോണ ഒരു സിറ്റുവേഷനും പിന്നെ ആ കഥ അങ്ങോട്ട് മാറും. ഒരു ചെറിയൊരു ഗ്രാമത്തിലത്തെ ഒരു മൂവിയാണ് ഈ സിനിമ. ചെന്നൈയിൽ നിന്ന് വരുന്ന മദ്രാസ്കാരനായിട്ടാണ് നമ്മളെ ഷൈൻ നിഗം ഈ സിനിമയിലുള്ളത്. ഒരു ആവറേജ് മൂവി, അതിൻ്റെ അപ്പുറത്തേക്ക് ഈ സിനിമയ്ക്ക് ഒന്നും പറയാനില്ല. നിങ്ങൾ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. ഞാൻ പുതിയ സിനിമാ വിശേഷങ്ങളുമായി ഉടൻ തന്നെ വരുന്നതാണ്. അപ്പോഴേക്കും എല്ലാവർക്കും നമസ്കാരം, ബൈ.